എല്ലാവർക്കും നമസ്കാരം. ശ്രീമാത്സിലേക്ക് സ്വാഗതം. ഒരു പ്രീവിയസ് ക്വസ്റ്റിലെ മാത്തമാറ്റിക്സിൻ്റെ ചോദ്യങ്ങൾ വിശദമായി ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒരാൾ തൻ്റെ സമ്പാദ്യത്തിൻ്റെ 7/2 ഭാഗം 3 മക്കളാണുള്ളത്. ഒന്നാമത്തെ മകന് 5/2 ഭാഗം രണ്ടാമത്തെ മകനും നൽകി. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ മകന് സമ്പാദ്യത്തിൻ്റെ എത്ര ഭാഗമാണ് ലഭിച്ചത്? ഒന്നാമത്തെ മകന് നൽകിയത് എത്ര ഭാഗമാണെന്ന് നോക്കാം. ഒന്നാമത്തെ മകന് നൽകിയത് 7/2 ഭാഗം, സമ്പാദ്യത്തിൻ്റെ ആകെ 7/2 ഭാഗം. രണ്ടാമത്തെ മകന് നൽകിയത് 5/2 ഭാഗം. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ മകനും രണ്ടാമത്തെ മകനും 2 പേർക്കൂടെ നൽകി. ഒന്നാമത്തെ മകനും രണ്ടാമത്തെ മകനും കൂടി നൽകിയത് ആകെ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതായത് 2/7 + 2/5. ഇതാണ് ഒന്നാമത്തെ മകനും രണ്ടാമത്തെ മകനും ആകെ നൽകിയത്, 2 പേർക്കും കൂടി നൽകിയത്. അതായത് ഇത് ക്രോസ് മൾട്ടിപ്ലൈ LCM 2 × 5 + 7 × 2/7 × 5. അതായത് 2 × 5 10, 10 + 14/35. അതായത് 24/35. 2 പേർക്ക് ഒന്നാമത്തെ മകനും രണ്ടാമത്തെ മകനും കൂടി നൽകിയത് മൊത്തം കാണാൻ രണ്ടും കൂടെ കൂട്ടുക. അതായത് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 5 + 2 × 7/7 × 5. 2 × 5 10 + 7 × 2 14/35. അതായത് 2 പേർക്കും കൂടെ ഒന്നാമത്തെ മകനും രണ്ടാമത്തെ മകനും കൂടെ നൽകിയത് 24/35. അപ്പോൾ നമുക്ക് ഫുള്ളെന്ന് പറഞ്ഞാൽ 35/35. ഫുള്ളെന്ന് പറഞ്ഞാൽ 35/35. അതായത് മൂന്നാമത്തെ ആൾക്ക് നൽകിയത് കാണാൻ എന്ത് ചെയ്താൽ മതി? മൂന്നാമത്തെ മകന് ഇത് കുറച്ചാൽ മതി. ആകെ ഉള്ളതിൽ നിന്ന് മൂന്നാമത്തെ മകന് നൽകിയത് കാണാൻ, അതായത് ആകെ എന്ന് പറഞ്ഞാൽ ഇവിടെ 35-ൽ 24 ഭാഗം ആദ്യത്തെ മകനും രണ്ടാമത്തെ മകനും കൂടെ 2 പേർക്കും കൂടെ കൊടുത്തു. രണ്ടും കൂടെ കൂട്ടിയപ്പോൾ അപ്പോൾ നമുക്ക് ആകെ ഉള്ളതിൽ നിന്ന് 35/35 നിന്ന് 24/35 കുറച്ചാൽ മതി. അതായത് 2 ഛേദം ഒരുപോലെ ആയതുകൊണ്ട് ആകെ ഉള്ളത്, അതായത് 35 ഉള്ളതിൽ 24 ഭാഗം ആദ്യത്തെ മകനും രണ്ടാമത്തെ മകനും കൂടി കൊടുത്തു. ഇനി മൂന്നാമത്തെ മകന് കൊടുക്കുന്ന അറിയാൻ 35-ൽ 24 പോയാൽ പിന്നെ എത്ര ഉള്ള 35 ആകണമെങ്കിൽ 11/35. അങ്ങനെ ചെയ്താലും മതി. 35/35 - 24/35 11/35. നമുക്കത് ഒരു യുക്തി വെച്ച് ചെയ്താലും മനസ്സിലാവും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അതായത് ഒന്നാമത്തെ മകന് 2/7 ഭാഗം, രണ്ടാമത്തെ മകന് 2/5 ഭാഗമാണ് നൽകിയത്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ മകന് സമ്പാദ്യത്തിൻ്റെ എത്ര ഭാഗമാണ് ലഭിച്ചതെന്ന് കാണാൻ ഒന്നാമത്തെ മകനും രണ്ടാമത്തെ മകനും കൂടി നൽകിയത് നമ്മൾ കണ്ടുപിടിക്കുന്നു. 2/7 + 2/5. ഇത് LCM എടുക്കും, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 × 5 + 7 × 2/7 × 5 സമം 10 + 14 24/35. ആകെ 35 ഉള്ളതിൽ 24 ഭാഗം ഒന്നാമത്തെ മകനും രണ്ടാമത്തെ മകനും കൂടി 2 പേർക്കും കൂടി നൽകി. അത് കൂട്ടിയെടുത്താണ്. അപ്പോൾ നമുക്ക് ബാക്കി എത്ര വരും? 24/35. ബാക്കി 11 ഭാഗം ഉണ്ടല്ലോ 35 ആകാൻ. അതായത് ആകെ ഉള്ളതിൽ നിന്ന് മറ്റേത് കുറച്ചാൽ മതി. ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഫുള്ള് 35-ൽ 35, അതിൽ 24/35 കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ 35/35 നിന്ന് 24/35 കുറച്ചാൽ മതി. 11/35 കിട്ടും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1 മീറ്റർ നീളമുള്ള ഒരു റിബണിൽ നിന്നും 0.63 മീറ്റർ നീളമുള്ള റിബൺ മുറിച്ചു മാറ്റിയാൽ ബാക്കിയുള്ള ഭാഗത്ത് എത്ര നീളമുണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 1.00. അതിൽ നിന്ന് നമുക്ക് എത്ര മുറിച്ചു മാറ്റി അതങ്ങ് കുറച്ചാൽ മതി. ഇവിടെ 1 ബോറോ ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ പിന്നെ 0 ഉള്ളൂ. 10 നിന്ന് വീണ്ടും ഇവിടെ ഇങ്ങോട്ടെടുത്തു 1. അപ്പോൾ 10 ഇവിടെ 9. 10 നിന്ന് 3 പോകെ 7, 9 നിന്ന് 6 പോകെ 3. 0.37 മീറ്റർ. ഓപ്ഷൻ
ബി ആണ് ഉത്തരം. അതായത് 1.00 നിന്ന് 0.63 മുറിച്ച് മാറ്റും. നമുക്ക് ഇവിടുന്ന് ഒന്നിനെ ഇങ്ങനെ കടമെടുത്തിപ്പുറം കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ ഒന്നുമില്ല, 0 ഉള്ളൂ. അപ്പോൾ ഇവിടെ 10 വീണ്ടും ഇങ്ങോട്ട് എടുക്കും. ഇവിടെ 0 നിന്ന് 3 പോകത്തില്ലല്ലോ. ഇവിടെ 10 ഇവിടെ 9. 10 നിന്ന് 3 പോക 7, 9 നിന്ന് 6 പോക 3, 0.37 മീറ്റർ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഏത് സംഖ്യയോട് 0.111 കൂട്ടിയാൽ 1.011 കിട്ടും? അതായത് നമുക്ക് സംഖ്യ അറിയാത്തതുകൊണ്ട് എക്സ് എന്ന് കൊടുക്കാം. എക്സിൻ്റെ കൂടെ 0.111 കൂട്ടിയാൽ എത്ര കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്? 1.011 കിട്ടും. അതായത് നമുക്ക് എക്സിൻ്റെ വില കാണാൻ എന്ത് ചെയ്താൽ മതി? എക്സ് സമം 1.011 നിന്ന് 0.111 കുറയ്ക്കുക. അതായത് എക്സിൻ്റെ കൂടെ ഏത് സംഖ്യയോടെന്ന് പറഞ്ഞാൽ സംഖ്യ അറിയാത്തതുകൊണ്ട് നമ്മൾ എക്സ് എടുത്തു. എക്സിൻ്റെ കൂടെ ഇത് കൂട്ടിയാൽ 0.111 കൂട്ടിയാൽ 1.011 കിട്ടും. എക്സിൻ്റെ കൂടെ ഏത് സംഖ്യയോട് ഇത് കൂട്ടിയാൽ ഇത് കിട്ടുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ കൂടെ 0.111 കൂട്ടിയാൽ 1.011 കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വില കാണാൻ ഇതിനിപ്പുറം കൊണ്ടുവരുമ്പോൾ എന്തുവാകും? ഈ 1.011 അതിൽ നിന്ന് 0.111 കുറച്ചാൽ മതി. അതായത് ഏത് സംഖ്യയോട് 5 കൂട്ടിയാൽ 7 കിട്ടുമെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? 2ൻ്റെ കൂടെ കൂട്ടിയാൽ മതി. 2ഉം 5ഉം കൂടെ. എങ്ങനെ അറിഞ്ഞു? 7 നിന്ന് 5 കുറയ്ക്കും. അതേ സെയിം ആണ്. ഇവിടെ ഡെസിമലാണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഏത് സംഖ്യയോട് 3 കൂട്ടിയാൽ 10 കിട്ടുമെന്ന് ചോദിച്ചാൽ നമ്മൾ 7 പെട്ടെന്ന് പറയാം. എങ്ങനെ? 10 നിന്ന് 3 കുറയ്ക്കുക. അതേ സെയിം പ്രൊസീജിയറാണ് ഇവിടെ 1.011 നിന്ന് 0.111 കുറയ്ക്കുക. 1 നിന്ന് 1 പോക 0, 1 നിന്ന് 1 പോക 0. ഇവിടെ പറ്റാത്തതുകൊണ്ട് ഇവിടുന്ന് ബോറോ ചെയ്തു. ഇവിടെ 10 നിന്ന് 1 പോക 9, 0.900 എന്ന് പറയാൻ 0.9. അതായത് 0.9 ആണ് നമ്മുടെ ഉത്തരം. അതായത് ഇങ്ങനെ ചിന്തിച്ചാൽ ഏത് സംഖ്യയോട് 20 കൂട്ടിയാൽ 25 കിട്ടും? 25 - 25 കൂട്ടിയാൽ മതി. ഏത് സംഖ്യയോട് 10 കൂട്ടിയാൽ 30 കിട്ടും? 20. എങ്ങനെ കിട്ടി? 30 നിന്ന് 10 കുറച്ചു. അതേ പ്രൊസീജിയർ തന്നെ. അതിവിടെ ഡെസിമലാണെന്നേ ഉള്ളൂ. ഒളിമ്പിക്സിൽ 100 മീറ്റർ ഓട്ട മത്സരം 10 സെക്കൻഡിൽ ഓടി പൂർത്തിയാക്കിയ ആൾ ശരാശരി എത്ര വേഗതയിലാണ് ഓടിയെന്ന ചോദ്യം. അതായത് സ്പീഡ് കാണാൻ ഡിസ്റ്റൻസ് ബൈ ടൈം. അതായത് വേഗത കാണാൻ ശരാശരി വേഗത എങ്ങനെ കാണും? ദൂരം ബൈ സമയം. ദൂരം എത്ര ആയിരുന്നു? 100 മീറ്റർ ഡിസ്റ്റൻസ്. സമയം എത്രയാണ്? 10 സെക്കൻഡ്. 100നെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ 10, 10, 100. അപ്പോൾ നമുക്ക് ഉത്തരം എത്ര കിട്ടി? 10 മീറ്റർ പെർ സെക്കൻഡാണ് കിട്ടിയത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 10 മീറ്റർ. ദൂരം ബൈ സമയം. വേഗത കാണാൻ ദൂരം ബൈ സമയം. ഡിസ്റ്റൻസ് ബൈ ടൈം, സ്പീഡ്. അപ്പോൾ 100 മീറ്റർ ബൈ 10 സെക്കൻഡ്. 100ഉം 10, 100നെ 10 കൊണ്ട് ഹരിക്കും 10 മീറ്റർ പെർ സെക്കൻഡ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇവിടെ 1/2 + 1/3 - 1/4ൻ്റെ വില. അതായത് 2, 3, 4 ഇവയുടെ LCM കാണുക. 2, 1 പറ്റാത്ത അങ്ങനെ തന്നെ എഴുതും. 2. ഇനി വേറെ പൊതുഘടകങ്ങളില്ല. അതുകൊണ്ട് നമുക്ക് ഇൻറ്റു ചെയ്താൽ മതി. 2 × 1 × 3 × 2. LCM എത്ര വരും? 12 വരും. നമുക്ക് 1/2 + 1/3 - 1/4 സമം ഈ LCM അവിടെ അങ്ങ് എഴുതുന്നു. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന 1 എഴുതും ആദ്യം. 1 ആദ്യത്തെ ഫ്രാക്ഷൻ 1. ഇവിടെ ഈ അടിയിൽ എന്താ? 2. 2ൻ്റെ കൂടെ എത്രയും കൂടെ ഗുണിച്ചാൽ LCM കിട്ടും? 6. പിന്നെ ഇവിടെ എന്തുവാ ചിഹ്നം? അത് കൊടുക്കുക. 10 പ്ലസ്. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന 1 എഴുതുന്നു ഗുണം. ഇവിടെ 3 ഛേദം രണ്ടാമത്തെ ഫ്രാക്ഷൻ. അപ്പം 3ൻ്റെ കൂടെ 4ഉം കൂടെ ഗുണിക്കണം. അപ്പോൾ അവിടെ 4 എഴുതുക. പിന്നെ ഇവിടുത്തെ ചിഹ്നം എന്താ? മൈനസ്. ഇവിടെ ഒരു 1 ഉണ്ട്. പിന്നെ ഇവിടെ 4 ഛേദം. 4ൻ്റെ കൂടെ എത്രയും കൂടെ ഗുണിച്ചാൽ LCM കിട്ടും? 4, 3, 12. 3 ഇവിടെ എഴുതുക. അതായത് 6 × 1 6 + 4 × 1 4 -3/12. 6 4 10 -3/12. 7/12 കിട്ടും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇവിടെ 2ൻ്റെയും 3ൻ്റെയും 4ൻ്റെയും LCM എടുക്കുക. 12 കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ 1/2 + 1/3 -1/4. ഇവിടെ 12 LCM അങ്ങ് എഴുതുക അടിയിൽ. ഇവിടെ ഉണ്ടായിരുന്ന 1 എഴുതുക. പിന്നെ ഇവിടെ എത്ര? 2. 2ൻ്റെ കൂടെ എത്രയും കൂടെ ഗുണിച്ചാൽ LCM കിട്ടും? 6. അടുത്ത ചിഹ്നം പ്ലസ്.
പിന്നെ ഇവിടെ ഒരു 1 ഉണ്ട് ഇൻറ്റു ഇനി ഇവിടെ 3 ഉള്ള ഛേദം. 3ൻ്റെ കൂടെ എത്രയും കൂടെ ഗുണിച്ചാൽ എൽസിയം കിട്ടും 4. പിന്നെ ഇവിടെ ഒരു മൈനസ് ആണെന്നുള്ള ഇവിടെ ഉണ്ടായിരുന്ന 1 അങ്ങ് എഴുതി. പിന്നെ ഇവിടെ 4 ഉള്ളത്. 4ൻ്റെ കൂടെ എത്രയും കൂടെ ഗുണിച്ചാൽ എൽസിയം കിട്ടും 3. അതായത് 1 × 6 6 പ്ലസ് 1 × 4 4 മൈനസ് 1 × 3 3/12. അതായത് 10 - 3/12 7/12 കിട്ടും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 4, 5, 6 എന്നീ 3 സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ ചോദിച്ചാൽ വെറുതെ എൽസിയം കണ്ടാൽ 4, 5, 6ൻ്റെ എൽസിയം കാണുക. 2, 2, 4, 5 പറ്റാത്തതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതി 3. ഇതെല്ലാം കൂടെ ഗുണിക്കും. പിന്നെ ഈ പൊതുഘടകങ്ങളില്ല, അതുകൊണ്ട് 2 × 2 × 5 × 3 60 വരും. 2 × 2 × 5 × 3 സമം 60 വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം 60. ഇതേ മോഡലിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് 2, 3, 4 സംഖ്യ തന്നിട്ട് അവയെ നിശേഷമായിരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ ചോദിച്ചാൽ തന്നിരിക്കുന്ന സംഖ്യകളുടെ എൽസിയം കണ്ടാൽ ഇവിടെ 18 × 21 + 21 × 82. ഈ 2 ടേമിൽ 21 ഉണ്ട്. ഇങ്ങനെ ചോദ്യം 21 ഉണ്ട്. അതുകൊണ്ട് നമുക്ക് 21 പൊതു ഘടകമായതുകൊണ്ടെങ്കിൽ വെളിയിലെടുക്കാം. 21 ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ ടേമിൽ എന്തുകൊണ്ട് ഒരു 18 ഉണ്ട്. ഇടയ്ക്ക് എന്തുവാ ചിഹ്നം പ്ലസ്. ഇവിടെ രണ്ടാമത്തെ ടേമിൽ നിന്ന് 21 ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ 82 സമം 21 × 18 82 കൂടെ കൂട്ടുമ്പോൾ 100. 21 × 100 2100 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇങ്ങനെ വരുമ്പോൾ ഈ 2 ടേമിൽ 21 ഉണ്ടായതുകൊണ്ട് 21 ഇങ്ങനെ വെളിയിലെടുക്കാം. പൊതു ഘടകമാണ്. 21 ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ ടേമിൽ 18 പ്ലസ് 21 ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ 82. 18 + 82 100. 21 × 100 2100. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇവിടെ √16 + 4² പറഞ്ഞിട്ടുണ്ട്. കെയുടെ വില കാണാം നമുക്ക്. √16 എത്രയാണ്? 4 + 4² എന്ന് പറയുന്നത് എത്രയാണ്? 16. അതായത് 4 + 16 ആണ് കെ സമം 20 വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം 20. √16 + 4² ഡയറക്റ്റ് ഇങ്ങനെ തന്നേക്കുക കെ. അതായത് √16 4 + 4². 4² എത്ര? 4 + 4². 4 + 16 കെ 20. കെ 20 വരും. 16 4 കൂടെ കൂട്ടുമ്പോൾ 20 വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം. കൂട്ടത്തിൽ പെടാത്ത സംഗീത ഉപകരണം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഗിറ്റാർ, വീണ, ഓടക്കുഴൽ, വയലിൻ. ഓടക്കുഴലാണ്. ഇതൊരു വാദ്യോപകരണമാണ്. ഇത് വായു കൊണ്ടാണ് നമ്മൾ ഊതുന്നത്. മറ്റേത് കമ്പിയിൽ നിന്നാണ് നാദം പുറപ്പെടുന്നത്. ഗിറ്റാർ, വീണ, വയലിൻ ഇതെല്ലാം നാദം ഉണ്ടാകുന്നത് കമ്പിയിൽ നിന്നാണ്. ഓടക്കുഴലാണ് വ്യത്യസ്തമായിരിക്കുന്നത്. ആവറേജ് ശരാശരി കാണാനൊരു ഫോർമുല ഉണ്ട്. ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ. ആകെ ഡിവൈഡഡ് ബൈ നമ്പർ. ഇവിടെ ആകെ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ശരാശരിയും എണ്ണവും കൂടെ ഗുണിച്ചാൽ മതി. ശരാശരി എണ്ണവും കൂടെ ഗുണിച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ 12 കളികളുടെ ശരാശരി തന്നിട്ടുണ്ട്. 12 കളികളുടെ ആകെ റൺസ് എത്രയാണ്? ആകെ റൺസ് കാണാൻ 49ഉം 12ഉം കൂടെ ഗുണിച്ചാൽ മതി. 588 കിട്ടും. ഇനി 13ാമത്തെ ആകെ റൺസ് കാണാൻ എന്ത് ചെയ്താൽ മതി? 13 കളികളുടെ ആകെ റൺസ് എന്നിട്ട് കുറച്ചാൽ മതിയല്ലേ. കളുടെ ആകെ കാണാൻ എന്ത് ചെയ്താൽ മതി? ആകെ റൺസ് കാണാൻ ശരാശരി തന്നിട്ടുണ്ട് 50 ഗുണം എണ്ണം 650. ഈ 650 നിന്ന് 588 കുറച്ചാൽ മതി. 62 റൺസ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. അപ്പോൾ 12 കളികളുടെ ആകെ റൺസ് 13 കളികളുടെ ആകെ റൺസ്. ആകെ 13 കളികളുടെ ആകെ 650 ആണ്. 12 കളികളുടെ ആകെ 588 ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇത് തമ്മിൽ കുറച്ചാൽ മതി. നമുക്ക് 13ാമത്തെ എത്ര റൺസും കൂടെ എടുക്കണമെന്നറിയാൻ പറ്റും. 650 588 കുറയ്ക്കുക 62 റൺസ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇനി 12 + 10 × 5 × 0 വില എത്ര? ഇവിടെ ബോട്ട്മാസ് നിയമം വേണം ചെയ്യാൻ. അതായത് സമം 12 + 10 × 5 × 0 ആയിപ്പോവും. 12 + 0 12 വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം 12. ഇത് ബോട്ട്മാസ് നിയമം വെച്ച് ചെയ്യണം. അല്ല 12 + 10 ഒന്നിച്ച് കൂട്ടരുത്. 12 ഈ ഇൻറ്റു ചെയ്യാനുള്ളതെല്ലാം ഒന്നിച്ച് ചെയ്തിട്ട് വേണം പിന്നെ പ്ലസ് ചെയ്യാൻ. 10 × 5 × 0 എന്ന് പറയുന്നത് 0 ആയിപ്പോവും. 12 + 0 12 കിട്ടും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 550 രൂപയ്ക്ക് വാങ്ങിയൊരു സാധനം 609 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് 580 രൂപയ്ക്കാണ് വാങ്ങി.
സെല്ലിംഗ് പ്രൈസ് വിറ്റ വില 609. ലാഭം കാണാൻ വിറ്റ വിലയിൽ നിന്ന് സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് കുറച്ചാൽ മതി. അതായത് 609 നിന്ന് 580 കുറയ്ക്കുമ്പോൾ 29 കിട്ടും. ലാഭശതമാനം കാണാൻ എന്ത് ചെയ്താൽ മതി? കിട്ടിയ ലാഭം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ലാഭശതമാനമായാലും നഷ്ടശതമാനമായാലും കാണാൻ കോസ്റ്റ് പ്രൈസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചെയ്യുക. അതായത് ലാഭം എത്ര കിട്ടി? 29 രൂപ. കോസ്റ്റ് പ്രൈസ് എത്ര? ബൈ 580 ഗുണം 100. 29 2 58. 29ൻ്റെ ഇരട്ടി. അപ്പോൾ 10/2 കിട്ടും. അതായത് 5% ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 5%. ലാഭശതമാനം 5%. കോസ്റ്റ് പ്രൈസ് 580 വാങ്ങിയ വില. കോസ്റ്റ് പ്രൈസ് 580. സെല്ലിംഗ് പ്രൈസ് വിറ്റ വില 609. ലാഭം കാണാൻ 609 നിന്ന് 580 കുറയ്ക്കുക 209 കിട്ടും. ഇവിടെ ലാഭം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ലാഭം എത്ര? 29 രൂപ. 29 രൂപ. വാങ്ങിയ വില എത്ര? 580 രൂപ. കോസ്റ്റ് പ്രൈസ് ലാഭം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ഇവിടെ 29 2 58. 10/2 5 കിട്ടും. 5% ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇനി ഇവിടെ 0.31 പ്ലസ് 0.21 ഇൻറ്റു 2. അതായത് ഇത് ഗുണിക്കുന്നത് ഒന്നിച്ച് ആദ്യം അങ്ങ് ചെയ്യണം ബോട്ട്മാസ് നിയമം അനുസരിച്ച്. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഇവിടെ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും ഉള്ളത്. അതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ഒന്നിച്ചങ്ങ് ചെയ്യണം ആദ്യം. 0.21 2 കൂടെ ഗുണിക്കുമ്പോൾ 21 2 42. പോയിൻ്റ് കഴിഞ്ഞ് 2 സ്ഥാനം 0.42. 0.31 കൂടെ 0.4 21 2 കൂടെ ഗുണിക്കുമ്പോൾ 42. ഇപ്പോൾ പോയിൻ്റ് കഴിഞ്ഞ് 2 സ്ഥാനമുണ്ട്. 0.42. 0.42 എന്ന് പറഞ്ഞാൽ 0.42 തന്നെ. അത് കൂട്ടിയാൽ 0.31 കൂടെ കൂട്ടുക. 2 1 3 7. 0.73 കിട്ടും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 0.73. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഒന്ന് ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം അഡീഷൻ ചെയ്യാം. ബോട്ട്മാസ് നിയമം അനുസരിച്ച് ചെയ്യുക. ഡയറക്ഷൻ ക്വസ്റ്റ്യനാണ്. ഒരാളൊരു സ്ഥലത്ത് നിന്ന് 200 മീറ്റർ തെക്കോട്ട് നടക്കുന്നു, തുടർന്ന് 160 മീറ്റർ വലത്തോട്ട് നടക്കുന്നു, തുടർന്ന് 200 മീറ്റർ വലത്തോട്ട് നടക്കുന്നു, അതിനുശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 50 മീറ്റർ നടന്ന് നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ അയാൾ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് എത്ര കിലോമീറ്റർ അകലെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിനൊരു ഷോർട്ട് ഫോർമുല പറഞ്ഞുതരാം, പെട്ടെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഈശ്വരൻ എന്നുള്ള ഷോർട്ട് ഓർത്തിരുന്നാൽ മതി. ESWN. ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്, നോർത്ത്. ഇവിടെ ഈസ്റ്റും വെസ്റ്റും എതിർ ഡയറക്ഷൻസാണ്. സൗത്തും നോർത്തും എതിർ ഡയറക്ഷൻസാണ്. എതിർ ഡയറക്ഷൻസ് ഏതൊക്കെയാണ്? സൗത്തും നോർത്തും ഓപ്പോസിറ്റ് ഡയറക്ഷൻസാണ്. ഈസ്റ്റും വെസ്റ്റും ഓപ്പോസിറ്റ് ഡയറക്ഷൻസാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഒരാളൊരു സ്ഥലത്ത് നിന്ന് 200 മീറ്റർ തെക്കോട്ട് നടക്കുന്നു. സൗത്തിൻ്റെ അവിടെ 200 മീറ്റർ. പിന്നെ വലത്തോട്ട് തിരിഞ്ഞ്, സൗത്തിൻ്റെ വലത്ത് ഏതാ? ഇത് വെസ്റ്റ്. ഇടത്താണെങ്കിൽ ഈസ്റ്റ്. വലത്തോട്ട് തിരിഞ്ഞ് 160 മീറ്റർ നടക്കുന്നു. പിന്നെ വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ്, അതിൻ്റെ വലത്തോട്ട് വീണ്ടും 200 മീറ്റർ നോർത്തിലേക്ക് നടക്കുന്നു. പിന്നെ ഇടത്തോട്ട് തിരിഞ്ഞ് 50 മീറ്റർ നിൽക്കുന്നു. 50 മീറ്റർ നടന്ന് നിൽക്കുന്നു. അതായത് നോർത്തിൻ്റെ ഇതെന്ന് പറയുന്നത് 50. ഇനി ഈസ്റ്റും വെസ്റ്റും ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് തമ്മിലുള്ള വ്യത്യാസം നോക്കുക. അതായത് ഇവിടെ ഇതൊന്നുമില്ല. 160 10 50 210 മീറ്റർ. ഇത് രണ്ടും ക്യാൻസലായി പോകും. സൗത്തും നോർത്തും 200 ക്യാൻസലായി പോകും. ഇവിടെ 210 ഇത് തമ്മിൽ ക്യാൻസലാകുമ്പോൾ 0. അപ്പോൾ 210 ഉത്തരം. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഈശ്വരൻ. ESWN. അങ്ങനെ ഷോർട്ട് ഫോമിൽ അത് ചെയ്യാൻ പറ്റും. അതിൻ്റെ സ്ഥലത്ത് നിന്ന് 200 മീറ്റർ തെക്കോട്ട് നടക്കുന്നു. സൗത്തിൻ്റെ അവിടെ 200 എഴുതുന്നു. പിന്നെ തുടർന്ന് വലത്തോട്ട് തിരിഞ്ഞ് 160 മീറ്റർ നടക്കും. 160 മീറ്റർ. പിന്നെ തുടർന്ന് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 200 മീറ്റർ. ഇനി ഇതിൻ്റെ വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 50 മീറ്റർ. ഇതിൻ്റെ ഇടത്തുവശം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ സൗത്തും നോർത്തും ഓപ്പോസിറ്റ് ഡയറക്ഷൻസാണ്. ഈസ്റ്റും വെസ്റ്റും ഓപ്പോസിറ്റ് ഡയറക്ഷൻസാണ്. എതിർ ഡയറക്ഷനുകളാണ്. നമുക്ക് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 210 മീറ്റർ. ഇവിടെ 200 നോർത്തും സൗത്തും അത് തമ്മിലുള്ള വ്യത്യാസം എത്ര വരും? 200 0 വരും. ഇവ തമ്മിലുള്ള ക്യാൻസലായി പോകും. ഓപ്പോസിറ്റ് ഡയറക്ഷൻസാണ്. അപ്പോൾ ഇവിടെ ഈസ്റ്റിൻ്റെ അവിടെ ഒന്നുമില്ല. ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ള 210 0. 210 വരുന്നത്. ഈസ്റ്റിൻ്റെ അവിടെ ഒന്നും ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ വ്യത്യാസം എഴുതുക. ഇവിടെ 210 മീറ്ററാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം.
ഭാഷയിൽ ഡൽഹി എന്നത് ഇങ്ങനെ എഴുതിയേക്കുന്നത്. ലാസ്റ്റിലത്തെ രണ്ടക്ഷരം ആദ്യം എഴുതി HI, പിന്നെ ആ ഓർഡറിലും എഴുതിയേക്കുക DL. അതുപോലെ നമുക്ക് വേണം, അതേ ക്രമത്തിന് വേണം ഇത് എഴുതാൻ. ഇറ്റലി എന്നത് ലാസ്റ്റ് രണ്ടക്ഷരം ആദ്യം എഴുതുക LY, പിന്നെ ബാക്കി അങ്ങ് എടുത്ത് എഴുതിയാൽ മതി ഓർഡറിൽ ITA LY. ഈ തന്നിരിക്കുന്ന ക്രമത്തിനാകുമ്പോൾ ലാസ്റ്റ് രണ്ടക്ഷരം ആദ്യം എഴുതുക, പിന്നെ DL. അതുപോലെ ഇവിടെ ലാസ്റ്റ് രണ്ടക്ഷരം ആദ്യം എഴുതുക LY, പിന്നെ ITA LY ITA. ഓപ്ഷൻ B ആണ് ഉത്തരം. ഇനി ഇവിടെ 103, 104, 107, 112, 119, 122 ഡാഷ് ഈ ശ്രേണിയിലെ അടുത്ത പദം. അതായത് 103 പ്ലസ് 1 എന്ന് പറയുന്നതാണ് 104. ഇനി 104 പ്ലസ് 3 എന്ന് പറയുന്നതാണ് 107. 107 പ്ലസ് 5 ആണ് 112. 107 പ്ലസ് 5 112. ഇനി 112ൻ്റെ കൂടെ 7 കൂട്ടണം, 119 കിട്ടി. 119ൻ്റെ കൂടെ 1 കൂട്ടി, 3 കൂട്ടി, 5 കൂട്ടി, 7 കൂട്ടി. ഇനി 119ൻ്റെ കൂടെ 9 കൂട്ടണം, 7 കൂട്ടി 9 കൂട്ടി, 128 കിട്ടി. ഇങ്ങനെയാണ് ഈ ശ്രേണി പോയേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 128ൻ്റെ കൂടെ എത്ര കൂട്ടണം? 103ൻ്റെ കൂടെ 1 കൂട്ടി, 104ൻ്റെ കൂടെ 3 കൂട്ടി, 107ൻ്റെ കൂടെ 5 കൂട്ടി, 112ൻ്റെ കൂടെ 7 കൂട്ടി, 119ൻ്റെ കൂടെ 9 കൂട്ടി. ഇനി 128ൻ്റെ കൂടെ എത്ര കൂട്ടണം? 11. 1 കൂട്ടി, 3 കൂട്ടി, 5 കൂട്ടി, 7 കൂട്ടി, 9 കൂട്ടി, ഇനി 11 കൂട്ടുക. അപ്പം 139 വരും. ഓപ്ഷൻ A ആണ് ഉത്തരം, 139. 103ൻ്റെ കൂടെ 1 കൂട്ടിയപ്പോൾ 104. 104ൻ്റെ കൂടെ 3 കൂട്ടി, 107ൻ്റെ കൂടെ 5 കൂട്ടി, ഇവിടെ 1 കൂട്ടി, ഇവിടെ 3 കൂട്ടി, ഇവിടെ 5 കൂട്ടി, ഇവിടെ 7 കൂട്ടി, ഇവിടെ 9 കൂട്ടി. ഇനി ഇവിടെ 11 കൂട്ടണം. 128ൻ്റെ കൂടെ 11 കൂട്ടുമ്പോൾ 139 കിട്ടും. ഓപ്ഷൻ A ആണ്. 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ 40 കുട്ടികൾ ഗണിതത്തിന് ജയിച്ചു, മാത്സിന് ജയിച്ചു, 25 പേര് ഇംഗ്ലീഷിന് ജയിച്ചു. 2 വിഷയത്തിനും ജയിച്ചവർ 18 പേരുമുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിന് ജയിച്ചവരുടെ എണ്ണം കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഏതെങ്കിലും ഒരു വിഷയത്തിന് മാത്രം ജയിച്ചവരുടെ എണ്ണം കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ 40ഉം 25ഉം കൂടെ കൂട്ടിയിട്ട് അതിൽ നിന്ന് 18 കുറച്ചാൽ മതിയല്ലോ. അതായത് 47 പേരും. ആകെ ഉള്ളത് 50 പേര്. അതിലേതെങ്കിലും ഒരു വിഷയത്തിനെങ്കിലും, ഏറ്റവും കുറഞ്ഞ ഒരു വിഷയത്തിനെങ്കിലും ജയിച്ചാൽ 47. അപ്പോൾ 50 47 കുറച്ചാൽ മതി. 2 വിഷയത്തിനും തോറ്റവരുടെ എണ്ണം കിട്ടും, 3 കിട്ടും. ഓപ്ഷൻ C ആണ് ഉത്തരം. മാത്സിന് ജയിച്ചവർ 40 പേര്, ഇംഗ്ലീഷിന് ജയിച്ചവർ 25 പേര്, 2 വിഷയത്തിനും ജയിച്ചവർ 18 പേര്. അപ്പോൾ 2 വിഷയത്തിനും തോറ്റത് കാണാൻ വേണ്ടി ഏതെങ്കിലും ഒരു വിഷയത്തിനെങ്കിലും ജയിച്ച ആൾക്കാരുടെ എണ്ണം കാണാൻ ഈ 40 25 കൂടെ കൂട്ടിയിട്ട് 18 കുറച്ചാൽ മതിയല്ലേ. 47 പേര്. ഏതെങ്കിലും ഒരു വിഷയത്തിനെങ്കിലും ജയിച്ച എണ്ണം എത്ര പേരുണ്ടാകാം? 47 പേര്. അപ്പോൾ 2 വിഷയത്തിനും തോറ്റവരുടെ എണ്ണം കാണാൻ 50 നിന്ന് 47 കുറച്ചാൽ മതി, 3 കിട്ടും. ഓപ്ഷൻ C ആണ് ഉത്തരം. 16, 36, 66, 114, 144 ഇവയിലെ കൂട്ടത്തിൽ പെടാത്ത ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. 16 എന്ന് പറയുന്ന ഒരു പൂർണ്ണവർഗ്ഗമാണ്, 4ൻ്റെ സ്ക്വയറാണ്. 36 പൂർണ്ണവർഗ്ഗമാണ്, 6ൻ്റെ സ്ക്വയറാണ്. 64 പൂർണ്ണവർഗ്ഗമാണ്, 8ൻ്റെ സ്ക്വയറാണ്. 114 ഉത്തരം. 114 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. 144 എന്ന് പറയുന്നത് 12ൻ്റെ വർഗ്ഗമാണ്. ബാക്കി എല്ലാം ഓരോ സംഖ്യകളുടെ വർഗ്ഗമാണ്, ഒരു പെർഫെക്റ്റ് പൂർണ്ണവർഗ്ഗമാണ്. ഇവിടെ 114 ഉത്തരം കൂട്ടത്തിൽ പെടാത്തത്. ഇവിടെ ഇനി നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ 4 ആൾ നടക്കുന്നത് എഴുതി നോക്കാം. അതായത് PQRS എന്നീ 4 ആളുകൾ നടക്കുന്നു. P എന്നയാൾ ക്യൂവിൻ്റെ വലതുവശത്തും, P എന്നയാൾ ക്യൂവിൻ്റെ വലതുവശത്തും, ക്യൂവിൻ്റെ വലതുവശത്തും, ആറിൻ്റെ ഇടതുവശത്തും, ആറിൻ്റെ ഇടതുവശത്തും, ആറിൻ്റെ ഇടതുവശത്തും, P എന്നയാൾ ക്യൂവിൻ്റെ വലതുവശത്ത്, ആറിൻ്റെ ഇടതുവശത്തും നടക്കുന്നു. ഇനി S എന്ന ആൾ Pയുടെ ഇടതുവശത്തും ക്യൂവിൻ്റെ വലതുവശത്തും, ക്യൂവിൻ്റെ വലതുവശം Pയുടെ ഇടതുവശം, ഇങ്ങനെ വരും QSPR. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഇടത്തുഭാഗത്ത് വരുന്ന ആരാന്നാണ് ചോദിച്ചേക്കുന്നത്? Q. ഓപ്ഷൻ B ആണ് ഉത്തരം, Q. ഇവിടെ P എന്ന് നമുക്കൊന്നുകൂടെ എഴുതി നോക്കാം. P എന്ന് പറയുന്ന ആൾ എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞേക്കുന്നത്? ക്യൂവിൻ്റെ വലതുവശത്ത്, ക്യൂവിൻ്റെ വലതുവശത്തും, ആറിൻ്റെ ഇടതുവശത്തും, ആറിൻ്റെ ഇടതുവശത്തും, ക്യൂവിൻ്റെ വലതുവശത്തും P. ഇനി എസിൻ്റെ പ്രത്യേകത എന്തുവാ? Pയുടെ ഇടതുവശത്ത്, Pയുടെ ഇടതുവശത്തും ക്യൂവിൻ്റെ വലതുവശത്തും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് വരും. Pയുടെ ഇടതുവശത്തും ക്യൂവിൻ്റെ വലതുവശത്തും. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരും. ഇവിടെ നമുക്ക് ഏറ്റവും ഇടതുവശത്ത് വരുന്ന ഏതാണ്? Q ആണ്.
രേവതിയുടെയും അമ്മയുടെയും വയസ്സുകൾ തമ്മിലുള്ളതാന്ന് പറഞ്ഞേക്കുന്നത്. രേവതിയുടെയും മദറിൻ്റെയും. ഇപ്പോഴത്തെ തുക 36 തന്നിട്ടുണ്ട്. അപ്പോൾ 2 വർഷത്തിന് ശേഷം അവരുടെ വയസ്സുകളുടെ തുക എത്ര ആയിരിക്കും? 2 വർഷം കഴിഞ്ഞ് വയസ്സുകളുടെ തുക എത്ര കിട്ടും? രേവതിക്കും 2 കൂടും, അമ്മയ്ക്കും 2 കൂടും. അപ്പം 40 വരും. ഇപ്പം 36 തന്നിട്ടുണ്ട്. 2 വർഷം കഴിയുമ്പോൾ ഇനി 2 വർഷം കഴിഞ്ഞാൽ അവരുടെ രേവതിയുടെ വയസ്സ് 4 മടങ്ങാകും അമ്മയുടെ വയസ്സെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? 1:4 അംശബന്ധം. അതായത് രേവതിയുടെ വയസ്സും അമ്മയുടെ വയസ്സും തമ്മിലുള്ള റേഷ്യോ 1:4 തന്നിട്ടുണ്ട്. രേവതിയുടെ വയസ്സ് 1 വയസ്സായാൽ അമ്മയുടെ വയസ്സ് 4 മടങ്ങ്. അതായത് നമുക്ക് രേവതിയുടെ പ്രായം കാണാൻ 2 വർഷം കഴിഞ്ഞാൽ കാണാൻ എന്ത് ചെയ്യണം? രേവതിയുടെ ഇതിൻ്റെ നേരെയുള്ള 1/, ഇത് 2 കൂടെ കൂട്ടും. 5 × 2 വർഷം കഴിയുമ്പോഴുള്ള ആകെയുള്ളത്. അപ്പോൾ 2 വർഷം കഴിയുമ്പോൾ രേവതിക്ക് എത്ര വയസ്സാണ്? 8 വയസ്സ്. ഇപ്പോഴത്തെ പ്രായം കാണാൻ 8-ൽ നിന്ന് 2 കുറയ്ക്കുക, 6 വയസ്സ് കിട്ടും. ഓപ്ഷൻ സി ആണ് ഉത്തരം. കൂടി പറയാം. ഇപ്പോൾ ഇവരുടെ വയസ്സുകളുടെ തുക 36 തന്നിട്ടുണ്ട്. ഇവരുടെ വയസ്സുകളുടെ തുക ഇപ്പോഴത്തെ തുക. ഇവിടെ 2 വർഷം കഴിയുമ്പോൾ അമ്മയ്ക്കും 2 വയസ്സ് കൂടും, രേവതിക്കും 2 വയസ്സ് കൂടും. അപ്പം 36ഉം 2ഉം 38ഉം 2ഉം 40. 2 വർഷം കഴിഞ്ഞാൽ തുക എത്ര വരും? 2 വർഷം കഴിഞ്ഞാൽ തുക 36ഉം 2ഉം 2ഉം, അതായത് 40 വരും. 2 വർഷം കഴിഞ്ഞാൽ. 2 വർഷം കഴിഞ്ഞാൽ അവരുടെ വയസ്സുകൾ തമ്മിലുള്ള ബന്ധം തന്നിട്ടുണ്ട്. 1:4. 4 മടങ്ങെന്ന് പറഞ്ഞാൽ 1:4 എന്ന് എഴുതാം. ഇവിടെ 2 വർഷം കഴിയുമ്പോൾ രേവതിയുടെ പ്രായം നോക്കാം. 1/, രേവതിയുടെ ചെറുത്, അമ്മയ്ക്ക് കൂടാൻ /, ഇത് 2ഉം കൂടെ കൂട്ടും. 5. 1/, 1 + 4 5 × ആകെ. 2 വർഷം കഴിഞ്ഞാൽ ആകെ ഇത്രയും. അതായത് 2 വർഷം കഴിയുമ്പോൾ രേവതിക്ക് 8 വയസ്സ്. അപ്പോൾ ഇപ്പോഴത്തെ പ്രായം കാണാൻ 8-ൽ നിന്ന് 2 കുറച്ചാൽ മതി. ഇപ്പോഴത്തെ പ്രായം രേവതിക്ക് 6 വയസ്സ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 6 വയസ്സ്. അതായത് ഇപ്പോഴത്തെ ഇവരുടെ വയസ്സുകളുടെ തുക 36 തന്നിട്ടുണ്ട്. 2 വർഷം കഴിയുമ്പോൾ ഇവരുടെ വയസ്സുകളുടെ തുക രേവതിക്കും 2 കൂടും, അമ്മയ്ക്കും 2 കൂടും. അപ്പം 2 × 2 4, 36 4 40 വരും. 2 വർഷം കഴിഞ്ഞാൽ ഇവരുടെ വയസ്സുകളുടെ അംശബന്ധം നമുക്ക് 1:4 എന്ന് എഴുതാം. കാരണം രേവതിയുടെ വയസ്സിൻ്റെ 4 മടങ്ങാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. രേവതിക്ക് 1 ആകുമ്പോൾ അമ്മയ്ക്ക് 4. 1:4 അംശബന്ധം എഴുതാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 1/, രേവതിയുടെ ഇപ്പോഴത്തെ 2 വർഷം കഴിഞ്ഞുള്ള പ്രായം കണ്ടുപിടിക്കുക. 1/, ഇത് 2 കൂടെ കൂട്ടും. 1 4 5 × ആകെ 40. 1/5 × 40 8 വരും കട്ട് ചെയ്യുമ്പോൾ. 1 × 8 8. 2 വർഷം കഴിഞ്ഞാൽ രേവതിയുടെ പ്രായം 8. അപ്പോൾ 2 വർഷത്തിന് മുമ്പ് എത്ര? ഇപ്പോഴത്തെയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 8-ൽ നിന്ന് 2 കുറയ്ക്കുക, 6 വയസ്സ് കിട്ടും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ശ്രീമാത്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.